ലോകത്തിൽ ഏറ്റവും വിലയുള്ള ഒരു സ്ക്വയർ ഫീറ്റിന് 2 ലക്ഷം ഹോങ്കോങ് ഡോളർ, 1.5 ലക്ഷം ഹോങ്കോങ് ഡോളർ വിലയുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം. ഇവിടാണ് ഏറ്റവും ഹൈറ്റുള്ള സ്ഥലം. ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിംഗ് ഒക്കെ താഴെയാണ്. ഇതാണ് നമ്മളെ ഇത് വരുന്നത്, ട്രാം. ലോകത്തിലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണല്ലോ ആ കാണുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു പഴയ പാം ട്രെയിനിൻ്റെ സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷേ എവിടേക്ക് വരുന്ന സെറ്റപ്പ് അടിപൊളി സെറ്റപ്പാട്ടോ. ആ ബിൽഡിങ്ങൊക്കെ 122 തട്ട് ബിൽഡിങ്ങൊക്കെ ഇതിൻ്റെ താഴത്തെ ഹൈറ്റിലായിട്ടാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇത് നമ്മളൊരു മാളിലേക്കൊക്കെ വരുന്ന ഫീലിങ്ങിലാട്ടോ ഇവിടെ കാണിക്കുന്നതൊക്കെ. ഇതാണ് നമ്മൾ ആ പറഞ്ഞ ഫെറിയിലെ സർവീസ്. ഇതിൻ്റെ മുകളിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇതായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്ന ബോഗികൾ ഇതിന്. നമ്മളിപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ബിൽഡിങ് നമ്മൾ കണ്ടില്ലായിരുന്നോ, അതിനേക്കാളും ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. നമ്മൾ കണ്ട ഹോങ്കോങ് ആണിത്. ഇതുവരെ കറങ്ങിയ ഇതിൻ്റെ പഴയ സിസ്റ്റമാണ് ഇവിടെ വെച്ച് കാണിച്ചു കേട്ടോ. അതായത് ഒരു മലൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുത്തനെ പോയിട്ട് കയറുന്ന ഒരു ട്രാമാണ് കേട്ടോ. അതൊരു ട്രെയിൻ സർവീസാണ്. നേരത്തെ കണ്ട ബിൽഡിംഗ് ഒക്കെ അതപ്പോൾ താഴെയായി, നമ്മൾ മുകളിലാണ് ഇപ്പോൾ. ഇന്ന് നമ്മൾ ഹോങ്കോങ്ങിലെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു യാത്ര കേട്ടോ പുറപ്പെടാൻ പോകുന്നത്. പിന്നെ ലോവർ പീക്ക് ട്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിൻ ഉണ്ട്, സ്റ്റേഷൻ ഉണ്ട്, ലോവർ പീക്ക്. അതായത് ഒരു മലൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുത്തനെ പോയിട്ട് കയറുന്ന ഒരു ട്രാമാണ് കേട്ടോ. അതൊരു ട്രെയിൻ സർവീസാണ്. ഇന്ന് നമ്മൾ അതിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടി സെൻട്രലിൽ നമ്മൾ വന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു ബസ് എടുക്കും. ഒരു ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നിട്ടാണ് നമുക്ക് ഈ ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക. ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവരും കാണുക കേട്ടോ. ഒരു സ്പെഷ്യലാണ്. എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത, ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഈ ട്രെയിനിൻ്റെ സർവീസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് നിന്ന് തിരഞ്ഞെടുത്തത്. അപ്പോൾ എല്ലാവരും ഉണ്ടാവുക, കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ஓகே, இது வந்து கார்டன் ரோடு பிக் ட்ராம் ஸ்டேஷன் போகுது. அதோட ரேட் வந்து $5.40. இது வந்து சென்ட்ரல் ஃபெரி பியர்லேருந்து கிளம்பும். അവിടെ നിന്നാണ് തുടങ്ങുന്നത്. இங்கே தான் ஸ்டார்ட் பண்ணிவிட்டு ஒரு ஸ்டாப் இங்கே இருக்குது. ரெண்டாவது ஸ்டாப் வந்து நம்ம இங்கே இறங்கிடணும் பிக் ட்ராம் ட்ராமில். പക്ഷേ ഇങ്ങേருந்து നമ്മൾ அந்த വിശേഷങ്ങളിനകത്ത് அந்த ட்ராம் ഇത് അത് சொல்லுங்க. അതെ. ഇപ്പോൾ ഇതാണ് അതിൻ്റെ റൂട്ട് കേട്ടോ. ശരിക്കും നമ്മൾ പോകാനുള്ള ബസ്സിൻ്റെ റൂട്ടാട്ടോ ഞാൻ പറഞ്ഞ ഗാർഡനിലേക്കുള്ള. ഈ ബസ് സർവീസ് ഒരു ഫുഡിൻ്റെ സർവീസ് ആട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 60ഓളം വർഷങ്ങൾ ആയി ഈ സിസ്റ്റം. ഇതേ ബസ് ഇതേ ലോഗോയിൽ ഹോങ്കോങ്ങിൽ 60ഓളം വർഷങ്ങളായി. ഇതൊരു പ്രത്യേക തരം ഫുഡും ഐസ്ക്രീം ഇങ്ങനത്തെ കുറേ സാധനങ്ങളാട്ടോ. ഇത് വാങ്ങാൻ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ക്യൂ നിന്നിട്ട് വരെ ആൾക്കാർ വാങ്ങും. ഇത് ശരിക്കും ക്യൂ നിന്നിട്ട് ആൾക്കാർ വാങ്ങാറുണ്ട്. ഇവിടെ ആൾക്കാർ കണ്ടില്ലേ, ഇവിടെ ക്യൂ നിന്നിട്ടാണ്. 13 ഹോങ്കോങ് ഡോളർ, 12 ഹോങ്കോങ് ഡോളർ, ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കണക്ക്. അപ്പം മിസ്റ്റർ സോഫ്റ്റി എന്നാണ് ഇതിൻ്റെ പേര്. 30 വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. 60 വർഷമായിട്ട് ടോട്ടൽ ഹോങ്കോങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ സിസ്റ്റം. ആൾക്കാർ ഇപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമാണ് ഈ ഐസ്ക്രീം. നമ്മൾ 15C ബസ് വന്നിട്ടുണ്ട്. നമ്മൾ ബസ്സിലേക്ക് കയറുകയാണ്. അപ്പം നമ്മൾ ലോവർ പീക്ക് ട്രാമിൻ്റെ അടുത്തേക്കാട്ടോ പോകുന്നത്. ലോവർ പീക്ക് ട്രാമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെ ഈ ബസ്സിൽ നമ്മൾ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്നും നേരെ കയറി ട്രാമിൽ പോകുന്നതാണ്. എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ സെൻട്രലിൽ കൂടെ പോകുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പീക്ക് ട്രാമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്ഥലം. 15C ബസ്സിൽ നമ്മൾ ഇവിടെ വന്ന് അതിൻ്റെ നേരെ ഇവിടെ വന്ന് ഇറങ്ങി ഹോങ്കോങ് സിറ്റീൻ്റെ നേരെ നടുവിൽ തന്നെ കേട്ടോ. അപ്പോൾ അവിടേക്കുള്ള എൻട്രൻസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, ഇതാരാന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഞാൻ പറയണ്ടല്ലോ. കറക്റ്റ് ഒറിജിനൽ കയറിയിരിക്കുന്ന മാതിരി ഉണ്ട് കേട്ടോ. ശരിക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻജിൻ കേട്ടോ. പഴയ എൻജിൻ ഇതാണ് നമ്മളെ പീക്ക് പാം ട്രെയിൻ കേട്ടോ. ഇത് പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയതാണ്. ഇംഗ്ലണ്ടിൻ്റെ ഇതാണ്. ഇത് റോപ്പിൽ നിന്നിട്ട് ഇതിനെ എടുത്തിട്ടായിരുന്നു പോയിരുന്നത്. ഇതിൻ്റെ പുതിയ വെർഷനിൽ നന്നാക്കിയ സൈസിലുള്ളതാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ കയറാൻ പോകുന്നത്. ഇതിൻ്റെ പഴയ സിസ്റ്റമാണ് ഇവിടെ വെച്ച് കാണിച്ചു കേട്ടോ. ഇത് അന്നത്തെ ചെയ്തിരുന്നതിൻ്റെ അതേ ടെക്നോളജി അതിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇവർ ഷോ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അന്ന് ഇങ്ങനെ ആയിരുന്നു ചെയ്തത് എന്ന് അറിയാൻ. അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വെച്ചിട്ടും ഉണ്ട് കേട്ടോ.
പിന്നെ അതേപോലെ തന്നെ അന്ന് മെട്രോപൊളിറ്റൻ വിക്കേഴ്സ് ഇതിൻ്റെ ആ ചെയ്ത രീതികളും കാര്യങ്ങളും എവിടെ നിന്നിട്ടാണ് ഇതിൻ്റെ ടെക്നോളജി വന്നതെന്നും ആരാ ചെയ്തതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസുകളാട്ടോ അത്. ഇനി അന്ന് ഉണ്ടായിരുന്ന സമയത്ത് ഇതായിരുന്നു നമ്മളെ ബോഗികൾ, ഇതായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്ന ബോഗികൾ. ഇതിന് ഈ പാം ട്രെയിനിന് ഉപയോഗിച്ചിരുന്ന ബോഗിയാണ്. ഇതിന് എടുത്തു വെച്ചതാണ് ഇവർ. അതേ സെയിം തന്നെയാണ് കേട്ടോ എടുത്തു വെച്ചത്, ഡമ്മി ഉണ്ടാക്കി വെച്ചൊന്നുമല്ല. അതേപോലെ അന്നത്തെ ടിക്കറ്റിൻ്റെ നമ്മളെ TTR പോലത്തെ ആൾ ഇതായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്നത്തെ ഡ്രൈവർ അല്ലെങ്കിൽ ടിക്കറ്റ് കൊടുക്കുന്ന ആൾ എല്ലാം അത് കൺട്രോൾ ചെയ്ത ആളെ അതേ സ്ട്രക്ചർ അതേ യൂണിഫോമിൻ്റെ സിസ്റ്റമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടേക്ക് വരുമ്പം ഒരാൾക്ക് വരുമ്പം ഇവിടേക്ക് 168 റിട്ടേൺ അടക്കം, സിംഗിളിന് 136, കുട്ടികൾക്ക് ഇത് സീനിയറിന് ഓരോ ടിക്കറ്റിൻ്റെ ഓരോ റേറ്റ് ആട്ടോ. അഡലിന് 108, പിക് ട്രാമിന് ഇതേതാ സ്പെഷ്യൽ കോംബോ സ്കൈ ടെറസ് അതുകൂടി ഉണ്ടല്ലോ, അതേതാ അതുകൊണ്ട് അങ്ങ് പോകാം. അപ്പോൾ അതുണ്ട്. ഇത് മാത്രം ട്രെയിൻ മാത്രമാണെങ്കിൽ ഇതാണ് ഫെയർ, സിംഗിളിനാണെങ്കിൽ 76 കേട്ടോ വില റേറ്റ്. ഈ LCD ഉണ്ടെങ്കിൽ അടിപൊളി LCD, അതിൻ്റെ മൂവിങ് വേറൊരു ടൈപ്പിലാട്ടോ ഇതിൻ്റെ മൂവിങ് കാണിക്കുന്നത്. പാം ട്രെയിനിൻ്റെ നമ്മൾ അതിൻ്റെ ഡിറ്റോ ആണ് ഈ പിക്ചറാണ് ഈ കാണിക്കുന്നത് കേട്ടോ. വിഘ്നേഷ്, നമ്മൾ ഏതാ ടിക്കറ്റ് എടുക്കുന്നത്? ടിക്കറ്റ് ഏതാ എടുക്കുന്നത്? ഏതാ എടുക്കുന്നത്? സിംഗിളിൽ ഏത് വേണം? ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറാണ് 1, 2, 3, 4 സ്ഥലത്താട്ടോ. അപ്പം നമ്മൾ സിംഗിൾ എൻട്രി മാത്രമേ എടുക്കുന്നുള്ളൂ. തിരിച്ചു വരുമ്പോൾ വേറെ ബസ്സിന് വരാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു ഡിഫറൻറ്റ് ഉണ്ടാകട്ടെ. പോയാൽ തന്നെ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് കാഴ്ച മാറ്റം കിട്ടില്ലല്ലോ. അപ്പോൾ കാഴ്ച വേറെ തന്നെ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സിന് തിരിച്ചു വരുമ്പോൾ ആണ് നിങ്ങൾക്ക് ഒന്നുകൂടി വ്യത്യാസമാവുക. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുത്തു. ഇതാണ് നമ്മളെ ടിക്കറ്റ് കേട്ടോ. ഇതാണ് അതിൻ്റെ ടിക്കറ്റ്. ഇത് സ്കാൻ ചെയ്ത് നമുക്ക് കയറ്റി കൊണ്ടുപോകും കേട്ടോ. ഇത് നമ്മളൊരു മാളിലേക്കൊക്കെ വരുന്ന ഫീലിങ്ങിലാട്ടോ ഇവിടെ കാണിക്കുന്നതൊക്കെ. സ്ക്രീന് കാര്യങ്ങൾ ഫുൾ അടിപൊളി ലുക്കിലാണ് കാര്യങ്ങളുള്ളത്. ഈ സ്ക്രീനിൻ്റെ ഒരു വ്യൂ ഒക്കെ ഉണ്ട്. നമ്മളൊരു തിയേറ്ററിലേക്കൊക്കെ നമ്മൾ കാണാൻ പോകുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ. അത്ര അടിപൊളിയായിട്ടാണ് കാണിക്കുന്നത് ചിത്രങ്ങൾ. ഇത് ചിത്രമല്ല കേട്ടോ, ഇത് LCD ആണ്. LCD കൂടി ഇതാ കിളികളൊക്കെ പോകുന്നതും പിടിക്കുന്നതും ഒക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഇത് അതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു എസ്കലേറ്റർ, ഇതേപോലുള്ള ഒരു എസ്കലേറ്ററിലാണ് കേട്ടോ കയറി വരുന്നത്. ഇത് സ്റ്റേഷൻ്റെ അകത്തേക്ക് വരുന്നത് ഇങ്ങനെയാണ്. നമ്മളൊരു പഴയ പാം ട്രെയിനിൻ്റെ സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷേ എവിടേക്ക് വരുന്ന സെറ്റപ്പ് അടിപൊളി സെറ്റപ്പാട്ടോ നമ്മൾ കയറി വരുന്ന സ്ഥലം. അപ്പോൾ ഇതിന് വാങ്ങുന്ന പൈസക്കാത്രമുള്ള സെറ്റപ്പ്, സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു അടിപൊളി സിസ്റ്റമാണ്. ഇപ്പോൾ ആൾക്കാർ കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ സീറ്റ് കണക്കാക്കിയിട്ട് അവിടുന്ന് ആൾക്കാർ വന്ന് തിരിച്ചിറങ്ങിപ്പോയി. ഇനിയിപ്പോൾ നമ്മളെ കയറ്റിയിട്ടാണ് പോവുക. ഇതുപോലെ ഒന്ന് പിന്നെ ഒന്ന് ബാക്കിൽ 2 എണ്ണം കേട്ടോ, 2 ബോഗികളായിട്ടാണ് ഉള്ളത്. അവിടുന്ന് ആൾക്കാർ പുറത്തിറങ്ങിപ്പോയി വന്ന ആൾക്കാർ. ഇനിയിപ്പോൾ അതാ നമ്മൾ കയറും. നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കണ്ടോ നമ്മൾ അടിപൊളി സെറ്റപ്പ് അല്ലേ. അപ്പുറം ബാക്കിലെ ബോഗിക്ക് വേറൊരു ഇതും ലൈനും ഇതിന് വേറൊരു ലൈനും കേട്ടോ ട്രെയിനിൽ കയറാൻ വേണ്ടി. ഇപ്പോൾ ട്രെയിനിലേക്ക് കയറുക കേട്ടോ. ട്രെയിനിലേക്ക് കയറുകയാണ്. ഇവിടെ ഇതാണ് കേട്ടോ ട്രെയിനിൻ്റെ ഉള്ളിൽ. ഇത് പുതിയതായി നമ്മൾ പറയില്ലേ പഴയത് അവിടെ അയച്ചു പുതിയത് അതേ ടൈപ്പിൽ പുതിയ സിസ്റ്റത്തിൽ ഉണ്ടാക്കിയ കേട്ടോ. AC സൗകര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ നമ്മളിവിടുന്ന് എന്താ കയറി പോകുന്നുണ്ട് ഞങ്ങൾ ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ കയറി പോകുന്ന സിസ്റ്റത്താണ് കേട്ടോ. ഇതാണ് നമ്മൾ പോകുന്നത്. ഇതാണ് പാം പീക്ക് ട്രെയിൻ. അപ്പോൾ നമ്മൾ ഫ്ലാഷ് അടിഞ്ഞു പോയി. അപ്പോൾ അത് ഫ്ലാഷ് ഒഴിവാക്കിയിട്ട് എടുക്കാം കേട്ടോ. മേലോട്ടേക്ക് കയറാൻ കഴിയുന്നില്ല. ഇങ്ങനെയാണത് കയറുന്നത്. സോറി. ഇങ്ങനെ കയറി പോവുക ചെയ്യട്ടത്. സൈഡിൽ നമ്മളെ ബിൽഡിങ് നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. ബിൽഡിങ്ങുകളുടെ ഇടയിലൊക്കെ ഇത് സൈഡ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓടിക്കുന്നത് ഒരു ലേഡിയാണ് കേട്ടോ, ഒരു സ്ത്രീയാണ് ഇത് ഓടിക്കുന്നത്. അപ്പോൾ ഇതിന് അവിടെ ശരിക്കും ഒരു സ്റ്റോപ്പ് ഉണ്ട്.
അതൊന്നും നിർത്തുന്നില്ല. ഇത് റോപ്പിൽ മുമ്പ് നമ്മളെ ഊട്ടിയിലെ ട്രെയിനില്ലായിരുന്നു, അതിൻ്റെ കുറച്ചും കൂടി ഡെവലപ്പായ ഒരു വെർഷൻ ആട്ടോ. കാരണം ഊട്ടിയിലത്തേത് ഇപ്പോഴും അതേ സിസ്റ്റം തന്നെയാണ്. ഇപ്പോൾ ഇവരത് അങ്ങനെയല്ല, ഇലക്ട്രിക്കലിൽ ആവുകയും പിന്നെ അത് റോപ്പിൽ കയറി വരികയും ചെയ്യണം. കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാ തിരിച്ചു വരുന്ന ഒരു ട്രെയിൻ ഇതാ പോകുന്നുണ്ടോ, തിരിച്ചു വരുന്ന ട്രെയിൻ. ഇതാണ് ട്രെയിനിൻ്റെ സിസ്റ്റം. ഇത് ഇറങ്ങി പോവുകയാണത്, ഇത് കയറി പോവുകയാണ് കേട്ടോ. ഇവിടെ ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങുകൾ നമ്മൾ കണ്ട വലിയ ബിൽഡിങ്ങൊക്കെ കണ്ടങ്ങൾ, വലിയ ബിൽഡിങ്ങൊക്കെ നമ്മൾ ഇതിൻ്റെ ഹൈറ്റിലേക്ക് എത്തിപ്പോയി. ഇനി നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്, മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ പല്ല് ഭാഗം കേട്ടോ. ഇതിൽ ആ വെളുത്തത് കാണുന്നതും പച്ച കാണുന്നതുമാണ് അതിൻ്റെ ഇത്. വെളുത്തതാണ് അതിൻ്റെ ലോക്ക് വരുന്നത്. ഇത് കണ്ടില്ല നിങ്ങൾ, നമ്മൾ നേരത്തെ കണ്ട വലിയ ബിൽഡിങ്ങൊക്കെ ഹൈറ്റ് കുറഞ്ഞു, അതിൻ്റെ മേലെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാ ഇനി ഒരു ഇറക്കം പോലെ ഇതിൽ ഇറങ്ങുകയാണ്. നമ്മൾ കയറി ഇനി ഇറങ്ങുകയാണ്. നമ്മളിപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ബിൽഡിങ് നമ്മൾ കണ്ടില്ലായിരുന്നോ, അതിനേക്കാളും ഹൈറ്റിലാണ് ഇപ്പം നമ്മൾ എത്തിയത്. ഇപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഒന്നുകൂടി കയറുകയാണ് നമ്മൾ, ഇറങ്ങിയിട്ട് പിന്നെ ഒന്നുകൂടി കയറുക കേട്ടോ. ഈ ബിൽഡിങ്ങുകൾ കണ്ടോക്കി, നമ്മൾ നേരത്തെ കണ്ട വലിയ ബിൽഡിങ്ങുകളാട്ടോ. നേരത്തെ കണ്ട ബിൽഡിംഗ് ഒക്കെ അതപ്പോൾ താഴെയായി, നമ്മൾ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് അതിൻ്റെ വ്യൂ ഉള്ളത്, ശരിക്കുള്ള വ്യൂ കണ്ടോളി. നമ്മൾ ഹോങ്കോങ്ങിൻ്റെ മൊത്തത്തിൽ കോലോൺ ഉൾപ്പെടെയുള്ള സംഗതിൻ്റെ കാഴ്ചയാട്ടോ അപ്പം നമ്മൾ കാണാം. അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കയറാനുണ്ട്, കുറച്ചുകൂടി കയറാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റിലെ ഭാഗം നമ്മൾ എത്തുന്നേ. ഇത് ലോകത്തിലെ ടൂറിസ്റ്റുകൾ, ഹോങ്കോങ്ങിൽ വരുന്ന ടൂറിസ്റ്റുകൾ മൊത്തം ഇവിടെ വരും കേട്ടോ. നിങ്ങൾക്ക് ഒരാൾക്ക് ഇതാ തിരിച്ചു പോകാനുള്ള ആൾക്കാർ നിൽക്കുന്നുണ്ടോ, ഇതിൻ്റെ അകത്ത് തിരിച്ചു പോകാനുള്ള ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടോ. അപ്പം നമ്മൾ ഏറ്റവും പീക്കിലെത്തി കേട്ടോ. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും പീക്ക്. ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇതിൻ്റെ ഒരു വ്യൂ കാണാം. നമുക്ക് എത്ര ഹൈറ്റിലാണ് നമ്മൾ എന്നുള്ള ഇതിൽ നമുക്കറിയാം. ഇവിടെ ഓരോരോ വ്യൂ സംഗതികളാണ്. നമ്മളെ സൊവനീർ അല്ലാതെ പിന്നെ ഇതേപോലത്തെ കുറേ സ്റ്റാച്ചുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതൊക്കെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് സംഗതികൾ. ഇതാണിപ്പോൾ നമ്മളെ ബിൽഡിങ്ങിൻ്റെ വ്യൂ. ഞാൻ പറഞ്ഞ നമ്മളെ സെൻട്രൽ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഏറ്റവും ഹൈറ്റുള്ള എത്ര 100 എത്രയോ ഫ്ലോറൊക്കെ ഉള്ള 122 അല്ലേ, 122 ഫ്ലോറുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ താഴത്താട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ വെളിയിൽ വന്ന് പുറത്തേക്ക് വന്നിട്ടോ. പുറത്തേക്ക് വന്നിട്ട് ഇനിയിപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് പുറത്തേക്കുള്ള വ്യൂ കാണാൻ പോകട്ടോ. നമ്മൾ താഴോട്ടുള്ള ഹോങ്കോങ് സിറ്റീൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ആണ് നമ്മൾ ഇവിടുന്ന് കാണാൻ പോകുന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ. അത്രയും ഹൈറ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നത്. കാറ്റെന്ന് പറഞ്ഞാൽ അടിപൊളി കാറ്റാണ്, നല്ല കാറ്റാണ്. മുടിയൊക്കെ പറക്കുന്നതാണ് നിലകൾ. അടിപൊളി കാറ്റാണ്, നല്ല തണുപ്പുണ്ട്. നമ്മൾ അവിടുന്ന് കൊണ്ട് വന്ന അതേ കാലാവസ്ഥ അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ഡിഫറെൻറ്റ് കാലാവസ്ഥ കേട്ടോ. ഇവിടുന്ന് കണ്ടില്ലേ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നത്. ഇതാ ഹോങ്കോങ് കേട്ടോ. നമ്മൾ കണ്ട ഹോങ്കോങ് ആണിത്. ഇതുവരെ കറങ്ങിയ ആ സൈഡിൽ കോലോണ്, ഈ സൈഡിൽ സെൻട്രൽ. നല്ല ബോട്ട് സർവീസ്. നമ്മൾ എന്താ പറയുക, ഫെറി കാണുന്ന സ്ഥലമാണ് കേട്ടോ അപ്പുറം കാണുന്നത്. ഇതാ നമ്മളെ പാം ട്രെയിൻ വരുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ ഇത് വരുന്നത് ട്രാം. ഓക്കെ, കയറി കുത്തനെ നിൽക്കുന്നുണ്ട്. ഇതേ ഹൈറ്റിൽ നിന്നാണ് ഇത്, എവിടോ ഹൈറ്റിൽ നിന്നാണ് ഇത് കയറി വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് കണ്ടങ്ങൾ വ്യൂ കണ്ടങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഒരു പീക്കിലൊരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ. ഇതിവിടെ ഭയങ്കര വില കൂടിയ സ്ഥലമാണെന്ന് കേട്ടോ പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വില കൂടിയ, ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, ലോകത്തിലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണല്ലോ ആ കാണുന്നത് ഇതിൻ്റെ മുകളിൽ. അതായത് എപ്പോഴും നല്ല കാലാവസ്ഥയും പൊല്യൂഷൻ ഫ്രീയും ഒക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലം എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് അവിടെ നിന്നൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ വ്യൂ കണ്ടെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ അവിടെ സെൻട്രലിൽ അവിടുന്ന് നമ്മൾ കാണുന്നുണ്ട് ഈ സാധനത്തിന് കേട്ടോ. ഇത് ഇതേപോലെ വ്യൂവിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു സ്ഥലം കേട്ടോ. ആൾക്കാർക്ക് കയറി കാണാനുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആൾക്കാർ മാറി തരുന്നില്ല ഒന്ന് കാണാൻ. അപ്പോൾ ഇതാ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാ.
നേരെ കുത്തനെ താഴത്താട്ടോ ബിൽഡിംഗ് ഉള്ളത്. അപ്പം ആ സൈഡിലേക്കുള്ളത് അവിടെ കോലോണാണ്. അത് നമ്മൾ സിൻചാട്ഷുയി നമ്മൾ കണ്ട ആ ഭാഗമാണിത്. ഇത് നമ്മൾ വന്ന ഫെറി, അതിന് ശേഷമുള്ള നമ്മൾ കണ്ട HSBC അങ്ങനത്തെ കുറേ ബിൽഡിങ്ങുകൾ കണ്ടില്ലേ, ആ ബിൽഡിങ്ങുകളാട്ടോ. അതിൻ്റെ മുകളിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ പകലത്തെ വ്യൂവിൽ നമ്മൾ കണ്ട സമയത്ത് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, ബാക്കിലൊരു മല കണ്ടില്ലായിരുന്നു നമ്മൾ. ആ മലയാണ് കേട്ടത്. ആ മലൻ്റെ മുകളിലാണ് നമ്മൾ ഈ വ്യൂ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള ദ പീക്ക്, ഇതിനെ പറ്റിയിട്ടുള്ള അവിടെ നിന്നുള്ളൊരു ഫോട്ടോ വ്യൂ ആണ് ഇത് കാണിക്കുന്നത്. ഇതേമാതിരിയാണ് നമ്മളിപ്പോൾ എടുത്തത്. ഇതിനെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് വിവരങ്ങളും കാര്യങ്ങളുമാണ് ഇതിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. ഇതാണ് നമ്മളെ വ്യൂ, ഇത് വ്യൂ പോയിൻ്റ് കേട്ടോ. അപ്പം ഹോങ്കോങ് വരുന്ന ആൾക്കാർ ഇതൊന്ന് വിടാതെ കാണുക. കാഴ്ചകൾക്ക് നമ്മളിപ്പം എന്തെങ്കിലും പ്രത്യേകതകളും ഇതൊക്കെ അല്ലേ കാണാൻ പോകുന്നത് പല സ്ഥലങ്ങളിലും. അതിൽ നമുക്ക് ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുക കാഴ്ചയാണ്, ഒരു വ്യൂ പോയിൻ്റാണിത്. അപ്പോൾ നമ്മൾ ദ പീക്കിലാണ് കേട്ടോ, ഹോങ്കോങ്ങിലെ ദ പീക്ക്. ഇവിടെയാണ് ഏറ്റവും ഹൈറ്റുള്ള സ്ഥലം. ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിങ്ങൊക്കെ താഴെയാണ്. അപ്പോൾ ഞാൻ കാണുന്ന രീതിയിലുള്ള ഏറ്റവും അടിപൊളി വ്യൂസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. ഇവിടുന്നും നമ്മൾ ഇതാ ജിഗ്നേഷ് നിൽക്കുമ്പോൾ ജിഗ്നേഷിൻ്റെ ഒരു ഫേസ് കണ്ടോ, അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ജിഗ്നേഷ് അങ്ങോട്ടേക്ക് ഇതാ ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആ ബിൽഡിങ്ങൊക്കെ 122 തട്ട് ബിൽഡിങ്ങൊക്കെ ഇതിൻ്റെ താഴത്തെ ഹൈറ്റിലായിട്ടാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളിവിടെ അതിലും മേലുള്ള ഹൈറ്റാണ്. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യും കേട്ടോ. ആൾക്കാർ വ്യൂ പോയിൻറ്റിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും ഇവിടെ സ്ഥിരമായിട്ട്. അപ്പോൾ അത്രയും ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രാത്രി ടൈമും കണ്ടെങ്കിൽ എത്ര ആൾക്കാരാണ്. സിൻചാട്ഷുയി ഖൊലോൺ ഇതാണ്. ഇതിൻ്റെ അപ്പുറം ഈ കാണുന്ന വ്യൂ ഉണ്ടല്ലോ ലോങ്, ഇത് ചൈനൻ്റെ അവിടെയുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. അതായത് ഹോങ്കോങ്ങിൽ നിന്നും ചൈന എത്തിയിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ വ്യൂ ആണ് നമ്മൾ ആ മേഘത്തിൻ്റെ അവിടെ നിന്നും കാണുന്നത്. അത്ര പോലും പീക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് മറ്റൊരു സ്ഥലത്ത് ദൂരത്തുള്ള ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ കേട്ടോ അത്. അങ്ങനെ നമ്മളിത് ഓരോ ഭാഗത്തേക്ക് ഇതേപോലെ വഴികളുണ്ട്. ഈ വഴികളിൽ നമ്മളിങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ ഓരോ ഭാഗത്ത് ഓരോ ടൈപ്പ് വ്യൂ കിട്ടും നമുക്ക്. അപ്പം ഇവിടുന്ന് അപ്പം നമ്മൾ അവിടുന്ന് കണ്ട വ്യൂ അല്ല ഇവിടുന്ന് കിട്ടുക നമുക്ക്. വേറെ വേറെ ബിൽഡിങ്ങും വേറെ വേറെ രീതിയിലുള്ള വ്യൂകൾ കേട്ടോ കിട്ടുക. അതെ 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 ഇതാണ് നമ്മൾ ആ പറഞ്ഞ ഫെറിയിലെ സർവീസ്, ലൈറ്റൊക്കെ ആയിട്ടുള്ള രാത്രിയിലെ റെസ്റ്റോറൻ്റ് ആയിട്ട് ഉള്ള. ഓക്കെ, നമ്മൾ ബ്രിഡ്ജ് ഖലീഫ പോലെ പറഞ്ഞ ബിൽഡിംഗ് ഇല്ലേ നമ്മൾ സെൻട്രലിൽ നിന്ന് എടുത്തത്, ആ ബിൽഡിങ്ങിൻ്റെ വ്യൂ ആണ് കേട്ടോ കാണുന്നത്, LCDൻ്റെ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത സമയത്ത് അതിൻ്റെ ഹൈറ്റുകൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് അതേ ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞു. ഇത് നമ്മൾ വന്നിട്ടുള്ള നമ്മൾ പാം പീക്കിലേക്ക് വന്നിട്ടോ, അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിലാണ് ഈ വ്യൂവിൻ്റെ സ്ഥലങ്ങൾ കേട്ടോ, ആൾക്കാർക്ക് കാണാനൊക്കെ ഉള്ള ഏറ്റവും ടോപ്പിലെ വ്യൂ ആണ്. ഈ വ്യൂവിൽ നിന്ന് നമ്മൾ കാണുമ്പം ഹോങ്കോങ്ങിലെ മൊത്തത്തിലുള്ള ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മേലെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതൊരു ഇന്ത്യക്കാരൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇത് ഏറ്റവും റിച്ച് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് പുറത്തത് കാണാത്തത് നോക്കണ്ട. ഇവിടെ കാൻഡിൽ ഡിന്നർ അങ്ങനത്തെ ഒരുപാട് സംഗതികൾ ബുക്ക് ചെയ്ത് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻഡി ഇത്, പിന്നെ അതേപോലെ ഗലേറിയ, പിന്നെ അതേപോലെ 7-Eleven എവിടെയും മലയാളി ലോകത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഹോങ്കോങ്ങിൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എവിടെ പോയാലും നമുക്കൊരു 7-Eleven കാണാം, 7-Eleven ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ പറയുക, ഈ കൺസ്ട്രക്ഷനൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുമ്പോൾ ഒരു പ്രത്യേക ടോയ് ലുക്കിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നടന്നത് കേട്ടോ. നമ്മൾ എവിടെ നോക്കുമ്പോൾ കൺസ്ട്രക്ഷൻ്റെ ഒരു പുതുമയും അതിൻ്റെ ഒരു അട്രാക്ഷനും, അത് ഗ്ലാസ് കൊണ്ടും സ്റ്റീലും വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷന് ഒന്നും പറയാനില്ല. ലോകത്തിൽ ഏറ്റവും ഹരമുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള, നിങ്ങൾക്ക് വേറൊരു ദിവസം കൂടി പറയാം, ലോകത്തിൽ ഏറ്റവും വിലയുള്ള ഒരു സ്ക്വയർ ഫീറ്റിന് 2 ലക്ഷം ഹോങ്കോങ് ഡോളർ, 1.5 ലക്ഷം ഹോങ്കോങ് ഡോളർ വിലയുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം. നിങ്ങളൊന്ന് കണക്കൂട്ടി വയ്ക്കുക, ഒരു സ്ക്വയർ ഫീറ്റിന് 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം ഹോങ്കോങ് ഡോളർ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വില ഒന്ന് കൂട്ടി നോക്കി നിങ്ങൾ. അത്ര വിലയുള്ള ഒരു ഭാഗം കൂടിയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പീക്ക്. അതേപോലെ ആ വ്യൂ, ഇതിൻ്റെ വ്യൂ ആണ് കാണിക്കുന്നത് കേട്ടോ. ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ ബിൽഡിങ്ങിലെ നമുക്ക് കാണുന്ന വ്യൂവിൻ്റെ ഭാഗമാണത്. അത് പകലാവുമ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റും, രാത്രിയിലായതുകൊണ്ട് അത് സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സ്ക്രീനിൽ അതാ ആ കാണുന്നത് കേട്ടോ, അതിൻ്റെ മുകളിൽ നിന്നിട്ട് കണ്ടില്ല നിങ്ങൾക്ക്, അതിൻ്റെ മുകളിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സൂര്യാസ്തമയം, സൂര്യോദയം അങ്ങനത്തെ വ്യൂസൊക്കെ അടിപൊളിയായിരിക്കും. നമുക്ക് ഭയങ്കര ഓർമ്മക്കുള്ളൊരു പിക്ചേഴ്സ്, അതിൻ്റെ ഓർമ്മക്കുള്ള ഒരു കാഴ്ചയൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇങ്ങനെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, അത്രയും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചത്.
ഇവിടെ ആൾക്കാർ വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഭക്ഷണം കഴിച്ച് ഒക്കെ ഇതിൻ്റെ മുകളിൽ ആണ് കേട്ടോ നടക്കുന്നത്. ഇതിൻ്റെ മുകളിലുള്ള ഹൈറ്റിലുള്ള ഭാഗം, ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കുള്ള ഭാഗം കേട്ടോ. മൊണോപോളി ഡ്രീംസ് ഏറ്റവും ടോപ്പിലാണിത്. ഇവിടുന്ന് ടോപ്പിലേക്ക് ഇനി ഇല്ല. ഇതാണ് ഏറ്റവും ടോപ്പ് ഹൈറ്റുള്ള ഭാഗം. ഇവിടുന്നാണ് നമ്മൾ ഇനി അടുത്ത വ്യൂ കാണാൻ പോകുന്നത് കേട്ടോ. ഇതാണ് ഇവിടെ നമ്മൾ പുറത്തേക്ക് കടക്കുമ്പോൾ കണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇതൊക്കെ ചെറിയ ഫങ്ഷനുകൾക്കും ബർത്ത്ഡേ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ബുക്ക് ചെയ്ത വലിയ ആൾക്കാർക്ക് ചെയ്യാനുള്ളതാട്ടോ. ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ഭാഗങ്ങൾ ഇതിൻ്റെ ഹോങ്കോങ്ങിൻ്റെ വേറെ ഐലൻഡ് ഭാഗങ്ങളാട്ടോ. ഇപ്പുറത്തേക്കുള്ള ഐലൻഡ് ഭാഗങ്ങളാണ് ആ കാണുന്ന ദൂരങ്ങളിലേക്ക് കാണുന്നത്. നമ്മൾ എയർപോർട്ടിൻ്റെ ഭാഗത അവിടെ കാണുന്നതാണ് എയർപോർട്ടിൻ്റെ ഭാഗം കേട്ടോ. ലാസ്റ്റ് കാണുന്നത് ഇതാണ് എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ. കണ്ടങ്ങൾ എയർപോർട്ട് നിൽക്കുന്ന ഐലൻഡാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള സ്ഥലം. ആൾക്കാർ താമസിക്കുകയും ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗമാണ് ഈ കാണുന്നത്. ഇതാണ് ഏറ്റവും പീക്ക്, ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമാണത്. നമുക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്ക് പൈസ കോയിൻ ഇട്ടിട്ട് കാണുന്ന ഒരു ബൈനോക്കുലറിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് ബൈനോക്കുലറാണ്, കോയിൻ ഇട്ട് കാണുന്നത്. ഇതാണ് ബൈനോക്കുലർ, മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ്. ഇവിടുന്ന് നമുക്ക് താഴോട്ടുള്ള ഓരോ സ്ഥലവും നോക്കി കാണാനുള്ള കേട്ടോ. ഇതിൽ കോയിൻ ഇട്ടിട്ട് നമുക്ക് 5 കോയിൻ ഇട്ട് കഴിഞ്ഞാൽ 5 ഹോങ്കോങ് ഡോളർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്നുള്ള വ്യൂ അങ്ങോട്ടേക്ക് കാണാൻ പറ്റും. ഏറ്റവും ടോപ്പിലെ അത് മുകളിലുള്ളത് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഏറ്റവും ടോപ്പിലെ വ്യൂ ആണ് കേട്ടോ ഇപ്പം നമ്മൾ കാണുന്നത് ഹോങ്കോങ്ങിൻ്റെ. ഇതാണ് പീക്കിലെ ഏറ്റവും ടോപ്പ് വ്യൂ. ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഉള്ളത്. അടിപൊളി വ്യൂ അല്ലേ. മൊത്തം ഹോങ്കോങ് സിറ്റി മൊത്തമാണ് കേട്ടോ അപ്പം നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ പീക്ക് ഗാലറിയിലാണുള്ളത് ഇപ്പം. അപ്പം പീക്ക് പാമിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ട് ഒരു പ്രത്യേകമായ കാഴ്ചകൾ, അതായത് ഭയങ്കര ഭംഗിയുള്ള ബ്യൂട്ടിയുള്ള ഹോങ്കോങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിട്ട് തിരിച്ചു പോകുന്നത് ഇങ്ങോട്ട് വന്നത് ട്രാമിനാണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ച് ബസ്സിനാണ് പോകുന്നത്. ബസ്സിന് ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. തിരിച്ചു പോകുമ്പോൾ 15 ഹോങ്കോങ് ഡോളറൊക്കെ ഉള്ളൂ. മറ്റേത് നമ്മൾ 79 ഹോങ്കോങ് ഡോളറാണ് നമ്മൾ ട്രാമിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് മാത്രമേ അതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ്സിന് പോവാണ് കേട്ടോ. സെൻട്രലിലേക്കുള്ള ബസ്സിന് കയറുകയാണ്. ബസ്സുകളൊക്കെ സെൻട്രലിലേക്ക് പോകാനുള്ള ബസ്സുകളാട്ടോ ഇവിടെ നിന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ബസ്സിൽ കയറിയിട്ട് നേരെ നമ്മൾ ഈ ഹൈറ്റുള്ള സ്ഥലത്ത് നിന്നാട്ടോ ചുരം ഇറങ്ങുന്ന മാതിരിയാണ് ബസ് പോവുക. അങ്ങനെ നമ്മൾ നേരെ സെൻട്രലിലെത്തി അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മളെ സിംസാൻഷു എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറുകയാണ്. ഇതിന് നമുക്ക് വരുന്നത് 12 ഹോങ്കോങ് ഡോളർ കേട്ടോ. 12 ഹോങ്കോങ് ഡോളറാണ് നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ളത്. ഞാനും ജിഗ്നേഷും തന്നെ ഉള്ളൂ കാര്യമായിട്ട്. ജിഗ്നേഷ് എപ്പടി ഇരുന്ന എക്സ്പീരിയൻസ്? ரொம்ப சூப்பரா இருந்தது. மேல கிளைமேட்டே டிஃபரெண்ட். അതില്ലേ கீழே வந்து ஹாட்டா இருந்தது, மேல போனோடனே கோல்ட் ஆயிடுச்சு. ഹോങ്കോങ്ങിൽ വരുന്ന ഒരാൾ എന്തായാലും വന്ന് കാണണം അല്ലേ ശരിക്കും? மொத்தம் എക്സ്പീരിയൻസ് பார்க்கலாம் இங்க இருந்து. അപ്പോൾ നമ്മൾ അവിടുന്ന് ചുരം ഇറങ്ങാണ് കേട്ടോ. ആ പീക്കൊന്നും നമ്മൾ ഇറങ്ങുകയാണ്. ബസ്സിനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. എൻ്റെ ഞങ്ങൾ ഇങ്ങനെയാണ് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കുന്ന ഡ്രൈവർ വളരെ അനായാസേന കാർ ഓടിക്കുന്ന ഫീലിങ്ങിലൊക്കെയാണ് ഓടിക്കുന്നത് കേട്ടോ. ബസ് വലിയ ബസ് വളരെ സിമ്പിളായിട്ടാണ്. വലിയ ചുരം തന്നെയാണ്. പക്ഷേ സംഭവം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റോഡിൻ്റെ സൗകര്യങ്ങൾ കൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമില്ല. ബസ് പോകുന്നുണ്ടോ മറ്റേ ബസ്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പോവുകയാണ്. വരെ ട്രാഫിക്കിൻ്റെ ഇതുകൊണ്ട് അതാ ഇവിടെ കണ്ടോ ഈ ഭാഗത്ത് ഒരു ചെറിയ കുടുക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടേ ഇവർ പോവുള്ളൂ. ഈ ഭാഗത്ത് കുറച്ചൊരു ഭാഗം കണ്ടില്ല, കുറച്ച് കൺജസ്റ്റഡ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യൂ ആണ് കേട്ടോ. ഇത്രയും ഏകദേശം പകുതിയോളം നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ സെൻട്രലിലെത്തി. സെൻട്രൽ ഫെറിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ഇന്നത്തെ ഈ എപ്പിസോഡ്, നമ്മളെ പീക്ക് പാം ട്രെയിനിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളുടെ സന്തോഷം ഞാൻ കാണിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത ഇതുപോലത്തെ നല്ല പ്രത്യേകതയുള്ള ഒരു കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡ് നമ്മൾ വീണ്ടും കാണുന്നതാണ്. ഇതുവരെ എല്ലാവരും ഉണ്ടാവുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
ഓക്കെ, നമുക്ക് വീണ്ടും അടിപൊളി കാഴ്ചകൾ ഹോങ്കോങ് വീണ്ടും. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നാളെ തുടരും.